ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക കേട്ടോ. മോൾക്ക് പനിയാണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും, കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അതിനെക്കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ജാനുവരി 1 ഫസ്റ്റ് വീഡിയോ. കാണാത്തവരെന്തായാലും പോയി കാണാം. സോ ഞാൻ അവളെ എപ്പോഴും കൊണ്ടുപോകുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്, KP മെഡിക്കൽസിലേക്ക്. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ ആയിട്ട് ഇറങ്ങി ഞാൻ ഗേറ്റ് അടയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗേറ്റ് അടച്ച് ഞാൻ കാറിനകത്ത് കയറി. അവൾ വേഗം അമ്മയെ കയറി വാ എന്നൊക്കെ പറഞ്ഞ് അവളെന്നെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പാവം, അതിന് വയ്യ. അവളുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കും വയ്യാന്ന്. അവളെന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ക്യാമറ കൊണ്ടുപോയപ്പോൾ അങ്ങോട്ട് തിരിച്ച് മുഖം വെച്ചു കേട്ടോ. അങ്ങനെ ക്യാമറ ഫേസ് ഇഷ്ടമല്ല. സോ ഞങ്ങൾ KP മെഡിക്കലിൽ എത്താറായിട്ടോ. കുറച്ച് ദൂരമുണ്ട്, ഒരു 10 മിനിറ്റ് ട്രാവലിംഗ് ഉണ്ട് കാറിൽ. സോ ഇതാണ് KP മെഡിക്കൽസ്. അവളുടെ ഹോസ്പിറ്റലാണെന്ന് തന്നെ പറയാം. ജനിച്ച അന്ന് മുതൽ അവൾ ഈ ഹോസ്പിറ്റലല്ല ജനിച്ചത്. അതിന് ശേഷമുള്ള ഡേയ്സിൽ, മീൻസ് അതിന് ശേഷമുള്ള മന്ത്സിൽ നമ്മളിവിടെ തന്നെയാണ് പോവാറുള്ളത്. സോ നമ്മളവിടെ പോയി അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു, പ്രിസ്ക്രിപ്ഷനൊക്കെ എടുത്തു. അങ്ങനെ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാം കേട്ടോ. നല്ല ഹോസ്പിറ്റലാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. നല്ല പീഡിയാട്രീഷ്യനാണ്, മനോജ് എന്നാണ് ഡോക്ടറുടെ പേര്. നല്ല ഡോക്ടർ കേട്ടോ. എനിക്ക് പേഴ്സണലി ആയാലും നല്ല സ്വഭാവമാണ്. സോ കുട്ടികളാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് മാറും. ഓരോരുത്തർക്കൊരു വിശ്വാസമല്ലേ. സോ അങ്ങനെ കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും മോൾക്ക് വിഷമമായി കേട്ടോ. അപ്പം അച്ഛമ്മയുടെ മടിയിൽ കയറിയിരിക്കുകയാണ്. സോ ഞങ്ങൾ പോകുമ്പം ഒരു 2-3 ആൾക്കാരൊക്കെ ഉണ്ടായത്. സോ അവരൊക്കെ കണ്ടുപോയി. പിന്നെ വീണ്ടും അവർ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചിട്ട് തിരിച്ചു വരികയാണ്. പിന്നെ നിൽക്കണ ആൻറ്റി കണ്ടോ. ആ ആൻറ്റി ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ കിടന്നിട്ടുള്ള, അപ്പോൾ ട്രിപ്പൊക്കെ എടുത്തിട്ടുണ്ട് എന്നെ. അപ്പോൾ അങ്ങനെ പറയണം, എൻ്റെ മോൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ അമ്മ ഒരുപാട് പ്രാവശ്യം ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. സോ എന്താണെന്നൊക്കെ അവർ അന്വേഷിക്കുക കേട്ടോ. നല്ലൊരു സ്ത്രീയാണ്. കാരണം മര്യാദയ്ക്ക് മെല്ലെയൊക്കെ നമുക്ക് ട്രിപ്സൊക്കെ ഇടാനായിട്ട് വയ്ക്കുകയുള്ളൂ. സോ ഇഞ്ചക്ഷൻ എടുക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. KPയിൽ തന്നെ അവരുടെ മെഡിക്കൽ സ്റ്റോറുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചത് കേട്ടോ. മാത്രമല്ല അവരുടെ ക്യാൻറ്റീനിൽ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയൊരു കടയായിരുന്നു, അവരിപ്പോൾ വിപുലീകരിക്കുകയാണ്. സോ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാനായിട്ട് കാറിൽ കയറാണ്. അപ്പം ഇടയിൽ കണ്ടോ ഒരു ചേട്ടൻ വണ്ടി കൊണ്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അടച്ചിട്ട് വണ്ടി ഒന്ന് മുമ്പോട്ടെടുത്തിട്ട് എന്നിട്ടൊക്കെയാണ് കയറിയത്. ഇങ്ങനെയൊക്കെ വണ്ടി കൊണ്ട് നിർത്താവോ ചേട്ടാ? ഓക്കെ, ഞങ്ങൾ അങ്ങനെ KPന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ KPന്ന് ഇറങ്ങുകയാണ്. ബൈ KP മെഡിക്കൽസ്. അങ്ങനെ ഞങ്ങൾ KPന്ന് ഇറങ്ങി. എൻ്റെ മോളിങ്ങനെ വണ്ടിയൊക്കെ പോകുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. പാവം, അതിനെ വയ്യ. എന്നാലും അവൾക്കിങ്ങനെ നിൽക്കുന്നതാണ് ഇഷ്ടം. കാരണം പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാമല്ലോ. അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് കുറച്ച് ദൂരം യാത്രയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഗ്രീൻ ലീഫ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത്. സോ ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇതൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. സോ അതൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേക്കും അവിടെ കണ്ട ഒരു കള്ള് ഷാപ്പ് കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിക്കാറുള്ളത്. സോ അതൊക്കെ മേടിച്ച് വീടെത്തി. ഞാൻ ഗേറ്റൊക്കെ തുറന്നു. ഞാൻ തന്നെയാണ് പോകുമ്പോഴും വരുമ്പോഴും ഗേറ്റ് അടയ്ക്കുന്നതും തുറക്കുന്നതും. ഒരു വാച്ചർ കൂടെയാണ് കേട്ടോ ഞാൻ. ആൻഡ് വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക, അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഞാനിങ്ങനെ ചെയ്തു. എൻ്റെ മോളെ ആദ്യം ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടോ. പാവം, ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു ശരീരത്ത്. അങ്ങനെ അവൾ മരുന്നൊക്കെ ചെക്ക് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്